എല്ലാവർക്കും അദൃശ്യകരങ്ങളിലേക്ക് സ്വാഗതം. മാർച്ച് 8 ബെയ്ജിങ്ങിലേക്കുള്ള 6 മണിക്കൂർ യാത്രയ്ക്ക് പ്രാദേശിക സമയം പുലർച്ചെ 12:41 ഫ്ലൈറ്റ് MH370 എന്ന വിമാനം പുറപ്പെട്ടു. 3/4 മണിക്കൂറിനകം എയർ ട്രാഫിക് സംവിധാനവുമായുള്ള അതിന്റെ ബന്ധം അറ്റുപോവുകയും റഡാർ സ്ക്രീനുകളിൽ നിന്ന് അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു. എന്തെങ്കിലും പ്രശ്നമുള്ള സൂചനകളൊന്നും കൺട്രോൾ കേന്ദ്രങ്ങളിൽ ലഭിച്ചിരുന്നില്ല. കാലാവസ്ഥ പൊതുവിൽ ശാന്തവുമായിരുന്നു. പിന്നീട് 1 മണിക്കൂറിന് ശേഷം വിമാനം പെട്ടെന്ന് ദിശ മാറി പറക്കുന്നത് ഉപഗ്രഹ ക്യാമറയ്ക്ക് പതിഞ്ഞു. വടക്ക് കിഴക്കുള്ള ബെയ്ജിങ്ങിന്റെ ഭാഗത്തേക്ക് പോകാതെ തെക്കു പടിഞ്ഞാറ് മലേഷ്യൻ അർദ്ധദ്വീപിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു. പിന്നീട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറി മലാക്ക കടലിടുക്കിന് മുകളിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്തു. ഒടുവിൽ വിമാനം അതിവേഗത്തിൽ താഴേക്ക് കുതിക്കുന്നത് ഉപഗ്രഹ ചിത്രങ്ങൾ കണ്ടു. പിന്നീട് വിമാനത്തെക്കുറിച്ച് യാതൊരു വിവരങ്ങളും ഒന്നും തന്നെ ലഭിച്ചില്ല. പിന്നീട് നടന്ന ലോകത്തിലെ ഏറ്റവും വലുതും ചിലവേറിയതുമായ തിരച്ചിലാണ്. വിവിധ ലോകരാജ്യങ്ങളും അന്താരാഷ്ട്ര ഏജൻസികളും തിരച്ചിലിൽ പങ്കെടുത്തു. തെക്കൻ ചൈന കടൽ കേന്ദ്രീകരിച്ച് ആദ്യ തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് 2015 മാർച്ച് 15 വിമാനം തെക്കോട്ട് തിരിച്ചിരുന്നുവെന്ന സൂചനകളെ തുടർന്ന് തിരച്ചിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു. 2015 ജൂലൈയിൽ മഡഗാസ്കർ ദ്വീപിന് കിഴക്കായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് വിമാനത്തിൻ്റെതെന്ന് സംശയിക്കുന്ന അവശിഷ്ടങ്ങൾ ലഭിച്ചു. വിമാനം കാണാതായ ദിവസം ഒരു വിമാനം ഉയർന്ന ശബ്ദത്തിൽ താഴ്ന്നു പറന്നതായി നാട്ടുകാർ പറഞ്ഞിരുന്നു. ജനുവരി 2017 വിമാനം തകർന്നു വീണെന്ന് കരുതുന്ന പ്രദേശത്ത് നടത്തിയ തിരച്ചിൽ പരാജയപ്പെട്ടതോടെ ദൗത്യം അവസാനിപ്പിക്കുന്നതായി ഓസ്ട്രേലിയ, മലേഷ്യ, ചൈന എന്നിവർ പ്രഖ്യാപിച്ചു. ജനുവരി 2018 വിമാനത്തിലുണ്ടായിരുന്നവരുടെ ബന്ധുക്കളുടെ സമ്മർദ്ദത്തെ തുടർന്ന് US സ്വകാര്യ കമ്പനിയായ ഓഷ്യൻ ഇൻഫിനിറ്റിയെ മലേഷ്യ തിരച്ചിൽ ദൗത്യം ഏൽപ്പിക്കുന്നു. മെയ് 2018 ഓഷ്യൻ ഇൻഫിനിറ്റിയും പരാജയപ്പെട്ടതോടെ തിരച്ചിൽ അവസാനിപ്പിക്കുമെന്ന് മലേഷ്യ വീണ്ടും പ്രഖ്യാപിച്ചു. മലേഷ്യൻ വിമാനത്തിൻ്റെതെന്ന് കരുതുന്ന അവശിഷ്ടം ആദ്യമായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് കണ്ടെത്തിയത് 1.25 വർഷത്തിന് ശേഷമാണ്. 2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വ്യാപ്തിയിലും 4 കിലോമീറ്റർ വരെ ആഴത്തിലും ആളില്ലാ മുങ്ങിക്കപ്പലുകൾ ഉപയോഗിച്ചും അത്യാധുനിക ശാസ്ത്രീയ സംവിധാനങ്ങളുടെ സഹായത്തോടെയുമായിരുന്നു തിരച്ചിൽ. എന്നിട്ടും വിമാനത്തിന്റെ മുഖ്യഭാഗം കണ്ടെത്താനായില്ല. വിമാനത്തിൽ എന്തു സംഭവിച്ചുവെന്ന നിർണായക വിവരം നൽകാൻ കഴിയുന്ന ബ്ലാക്ക് ബോക്സും എവിടെയോ മറഞ്ഞു കിടക്കുന്നു. വിമാനാപകടം ഉണ്ടായാൽ തിരച്ചിലിന്റെ ഉത്തരവാദിത്തം സംഭവം നടന്ന സ്ഥലം ഉൾപ്പെടുന്നതോ അതിന് സമീപമുള്ളതോ ആയ രാജ്യം ഏറ്റെടുക്കണമെന്നാണ് രാജ്യാന്തര നിയമം. മലേഷ്യൻ വിമാനം തകർന്നു വീണതായി കരുതുന്നത് ഓസ്ട്രേലിയക്ക് സമീപമാണെന്ന നിഗമനത്തിൽ ആ രാജ്യമാണ് തിരച്ചിലിന് നേതൃത്വം നൽകിയത്. മലേഷ്യയ്ക്ക് പുറമെ ഏറ്റവും അധികം യാത്രക്കാരെ പ്രതിനിധീകരിക്കുന്ന രാജ്യമെന്ന നിലയിൽ ചൈനയും അതിൽ മുഖ്യ പങ്കാളിയായി. ഇന്ത്യ ഉൾപ്പെടെ മറ്റ് ഒട്ടേറെ രാജ്യങ്ങളും വിമാനങ്ങളും കപ്പലുകളും സഹിതം സഹകരിച്ചു. മൊത്തം $16 കോടി ചെലവായി. ഇത്രയും വ്യാപകവും ചെലവേറിയതുമായ തിരച്ചിൽ വിമാനയാത്രാ ചരിത്രത്തിൽ മുൻപുണ്ടായിട്ടില്ല. ഇനിയും തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് കണ്ട് 2017 ജനുവരിയിൽ തിരച്ചിൽ അവസാനിപ്പിച്ചു. സംഭവം നടക്കുമ്പോൾ മലേഷ്യയിൽ അധികാരത്തിലുണ്ടായിരുന്ന പ്രധാനമന്ത്രി നജീബ് റസാക്കിന്റെ ഗവൺമെന്റ് സത്യം കണ്ടെത്തുന്നതിൽ വേണ്ടത്ര ഉത്സാഹം കാണിച്ചില്ലെന്ന് അന്നേ ആക്ഷേപമുണ്ടായിരുന്നു. തുടക്കത്തിൽ തന്നെ വിമാനം അവസാനമായി കണ്ടുവെന്ന് പറയുന്ന സ്ഥലങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. മാർച്ച് 8 ഒരു വിയറ്റ്നാം നേവി അഡ്മിറൽ വിമാനം തകർന്ന ഇടം കണ്ടു എന്ന അവകാശവാദം ഉന്നയിച്ചു. പിന്നീട് വിമാനം അവസാനമായി റഡാറിൽ രേഖപ്പെടുത്തിയ സ്ഥാനമാണ് എന്ന തിരുത്തൽ വരികയുണ്ടായി. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയുമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലൈക്കൺ കൂടി അമർത്താൻ ഒരിക്കലും മറന്നു പോരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സൈനിങ് ഓഫ് അദൃശ്യകരങ്ങൾ.